ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എന്താ പറയുക, രാവിലെ ഇച്ചുവാണെങ്കിൽ ഒരുങ്ങി റെഡിയായി കണ്ണാടി മുമ്പിലിരുന്ന് ആൾ തന്നെ കൊള്ളാമോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാനത് വീഡിയോ ആക്കി എടുക്കാമെന്ന് ഓർത്തു. ഇത് എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിച്ച് പൊളിക്കാമെന്ന് ഓർത്തിട്ട് ഈ വിഷുവിന് എല്ലാവരും ഉണ്ട് കൂടെ. അപ്പം കൃഷ്ണനെ ഇന്നലെ തലേന്ന് ഒരുക്കി കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. എനിക്ക് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ചേട്ടായിയാണ് ഈ വീഡിയോ എടുത്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതുമൊക്കെ. അപ്പം ചേട്ടായി തന്നെയാണ് അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ കാണിച്ചു തരാം. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം കുഞ്ഞു ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പം അവൻ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് അതൊന്നും സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പം രാവിലെ എല്ലാവരും ഒരുങ്ങി റെഡിയായി. കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഇച്ചുമോനാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ കൈനീട്ടം. അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇച്ചുമോനാണ് ആദ്യമായിട്ട് കൈനീട്ടമൊക്കെ മേടിക്കുകയാണ്. കൈനീട്ടം എല്ലാവരും മേടിച്ചു. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇന്ന് അമ്പലത്തിൽ, ഞങ്ങളുടെ അടുത്ത അമ്പലത്തിലായിട്ട് ആറാട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും റെഡി ആയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കണം. ഏട്ടൻ്റെ 2 ചേച്ചിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ചേച്ചിമാരാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളാണ് അവിടെ ഇരുന്നത്, മൂത്ത ചേച്ചിയുടെ മോനാണ് അച്ചു. അവനാണ് അവിടെ ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന കക്ഷി. അപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് വന്നിട്ടാണ് കുറേ പേര് വന്നിട്ട് പറയിടുന്നത്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഇടാനായിട്ട് പറ്റിയില്ല. അപ്പം
ഈ തവണ ഞങ്ങൾ പറയിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയതിന് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സദ്യയൊക്കെ കഴിച്ചു, പരിപ്പും പപ്പടവും മോരും സാമ്പാറും അവിയലും തോരനും ഒക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും നല്ലപോലെ ഫുഡ് കഴിച്ചത്. ഇത് മാത്രമല്ല, കുറച്ചുകൂടെ ഉണ്ട്, കസിൻസൊക്കെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആലോചിച്ചു എവിടെയെങ്കിലും വൈകിട്ട് പോകണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരുടെയും കലാവിരുന്നും ഡാൻസും പാട്ടും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു അടിച്ചുപൊളി തന്നെയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വഴിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. ഇവർ കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇച്ചുക്കുട്ടന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസൊക്കെ. ഞാൻ പാട്ട് വോയിസ് എല്ലാം ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് വരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് ഇടാത്തത്. ഞങ്ങളിപ്പം എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ കൂടുന്ന ഒരു ടൈമാണിത്. അപ്പം ഞങ്ങൾ ഗരുഡാഗിരി എന്ന് പറയുന്നൊരു ഷാപ്പിലേക്കാണ് പോകുന്നത്. അവിടെ നല്ലതായിട്ട് ഫുഡൊക്കെ കിട്ടും. കള്ള് മാത്രമല്ല, അല്ലാതെ ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും കൂടെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി പോവുകയാണ്. കുറച്ച് പേരൊക്കെ കാറിലും കുറച്ച് പേരൊക്കെ വണ്ടിയിലും ഒക്കെ 2 വീലറിലും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങ് പോരുന്നു. അപ്പം വെയിറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പം ഇവിടെ അടിപൊളി കാഴ്ചയും കാര്യമൊക്കെയാണ്. കണ്ടോ, ഈ ഒരു ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് ഗരുഡാഗിരി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊക്കെയുണ്ട്. നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. കിടങ്ങറ റോഡിലാണ്, ഈ ഒരു സ്ഥലത്താണ് ഈ ഗരുഡാഗിരി എന്ന് പറയുന്ന ഒരു ഷാപ്പ് ഉള്ളത്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ളവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വരാനുള്ള ടൈമായി. അപ്പോൾ കുറച്ച് പേരൊക്കെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചൊക്കെ ഫോട്ടോയും കാര്യമൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടെ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും വന്നു ചേർന്നു. അപ്പം നമുക്ക് എന്താ പറയുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കൂടെ കയറുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ എന്താ പറയണത്, കണ്ണാടി കണ്ടപ്പോൾ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് നല്ല കൊള്ളാമോ എന്നൊക്കെ നോക്കുന്നത്. ഞാനും നോക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം അത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചിലവരറിഞ്ഞിട്ടില്ല, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അബിയാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പം ഞാൻ അവനപ്പോഴത്തേക്ക് ആ കളിക്കുന്നത് അതങ്ങ് നിർത്തി. പിന്നെ ഞാൻ എൻ്റെ ഒരു പട്ടി ഷോ കാണിച്ചതാണ്. കൊള്ളാമോ എന്നൊക്കെ നോക്കി. ഇതാണ് എൻ്റെ വിഷു കോടി. കൊള്ളാവോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും വന്ന് എല്ലാവരെയൊക്കെ ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഹായ് ഒക്കെ പറഞ്ഞു. അപ്പം എന്താ വേണ്ടതെന്നുള്ളത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് കഴിക്കാൻ വേണ്ടത്. അപ്പം എല്ലാവർക്കും ഓരോ സാധനങ്ങൾ മതിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒന്നിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്നത്. കാരണം ഇച്ചു ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് താളം കൊട്ടുന്നുണ്ടായിരുന്നു. അവൻ ഈ ഇടയ്ക്കൊക്കെ പോയിരുന്ന് ഒളിച്ചിരിക്കാനും പാത്തിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ്റെ ഫേവറേറ്റ് ഹീറോ എന്ന് പറഞ്ഞാൽ അച്ചുവാണ്. അപ്പോൾ അച്ചുവായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം ചേട്ടായിയും ചേട്ടൻ്റെ അനിയനും കൂടി എന്താ പറയുന്നത്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. ഫുഡ് വരാനായിട്ട് താമസമുണ്ടല്ലോ. അപ്പോൾ ഫുഡും കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പേരൊക്കെ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫുഡ് വരാൻ വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഫുഡിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ കപ്പ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ മീൻകറി ഉണ്ടായിരുന്നു. എനിക്ക് ആ മീനിൻ്റെ പേര് അറിയത്തില്ല ഗൈസ്, അതാ കേട്ടോ ഞാൻ നിങ്ങളോട് പറയാത്ത മീൻകറി എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കക്കയിറച്ചി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു,
പിന്നെ ചപ്പാത്തി, കുഞ്ഞിന് വേണ്ടി ഞാൻ ചപ്പാത്തിയായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അവൻ ചപ്പാത്തി കഴിക്കുമല്ലോ എന്നിട്ട് അവൻ കപ്പ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അപ്പോൾ കപ്പയൊക്കെ ഓർഡർ ചെയ്തപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ സൈഡിന് അവർ കള്ള് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അതൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട്. അപ്പം വിഷു ഈ പ്രാവശ്യം അവസാനിക്കുകയാണ്. കാരണം എല്ലാവരും കൂടെ ഉള്ളൊരു ഒത്തുചേർന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ കുറച്ച് പേരൊക്കെ വരാനുണ്ട്. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മളെല്ലാവരും പോയി എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.